ടാലന്റിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ, നമ്മൾ മുൻ പഠിപ്പിച്ച പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സുവോളജിയുടെ 3ാമത്തെ അധ്യായമായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് ആണ്. അതിന്റെ ഒരു 4ാമത്തെ ക്ലാസ് ആണിത്. മുമ്പ് ഉള്ള ക്ലാസ്സുകൾ വീഡിയോ യൂട്യൂബിനകത്തുണ്ട്, നോക്കിക്കോളാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിനെ കുറിച്ചൊരു 5 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നു, കേട്ടോ. മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയിട്ട് കരുതുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, അല്ലെങ്കിൽ മെൻഡലിന് ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയിട്ട് കരുതുന്നത്. മെൻഡൽ 2 പരീക്ഷണങ്ങൾ അഥവാ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ആണ് ഗാർഡൻ ഫീൽ ചെയ്തത്. അതിൽ 1ാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് ഓർ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ആണ്. ഇല്ലേ, ഈ മോണോ ഹൈബ്രിഡ് വർഗസങ്കരണ പരീക്ഷണം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു സമയത്ത് ഒരു ജോഡി വിപരീത ഗുണങ്ങൾ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറെ തെരഞ്ഞെടുത്തു. ഒരു പരീക്ഷണ സമയത്ത് ഒരു സമയത്ത് ആര് മാത്രം തെരഞ്ഞെടുത്തു? ഒരു ജോഡി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറെ തെരഞ്ഞെടുത്തുള്ള ക്രോസ് അഥവാ ഹൈബ്രിഡൈസേഷനെ നമ്മൾ മോണോ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു ടാൾ ഇൻറ്റു ഡാർക്ക്, അടുത്ത വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ റെഡ് ഇൻറ്റു വൈറ്റ്, ഇതെല്ലാം മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ ടാളും ഡാർഫും തമ്മിൽ അദ്ദേഹം ക്രോസ് ചെയ്തു. F1 അദ്ദേഹത്തിന് ഏത് കിട്ടി? ടാൾ. ഈ ടാളും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാണ്, ഇത് ഹോമോസൈഗസും ഇത് ഹെട്രോസൈഗസും ആണ്. ഇനി ഈ ഹെട്രോസൈഗസ് ടാളിന് അദ്ദേഹം സെൽഫ് പോളിനേഷൻ അനുവദിച്ചു. അത് F2 ഉണ്ടാക്കി. അദ്ദേഹത്തിന് 4 പ്രോജനികൾ ഉണ്ടായി. അതിൽ 3 ടാളും 1 ഡാർഫും ആണ്. ഈ ടാളും ഡാർഫും എന്ന് പറഞ്ഞ ഫീനോടൈപ്പ് ആയതിനാൽ മോണോ ഹൈബ്രിഡ് F2 ഫീനോടൈപ്പ് റേഷ്യോ 3:1 ആണ് നമ്മൾ കണ്ടെത്തി. അതിന്റെ ജീനോടൈപ്പ് എടുത്ത് നോക്കി, ജീനോടൈപ്പ് റേഷ്യോ എടുത്ത് നോക്കിയാൽ 1:2:1. ഇത് മറക്കരുത്. മെന്റൽ കണ്ടെത്തിയ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണ്. ഒന്നെന്ന് പറയുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണോ F2 ഫീനോടൈപ്പ് റേഷ്യോ 3:1 ആണെന്നും മോണോ ഹൈബ്രിഡ് F2 ജീനോടൈപ്പ് റേഷ്യോ 1:2:1 ആണെന്നും ആര് പറഞ്ഞു? മെന്റൽ പറഞ്ഞു. ഓക്കെ, ഇതിൽ തെറ്റൊന്നുമില്ല നമ്മൾ വിചാരിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനമാക്കി, ഈ നിയമത്തിന്റെ അടിസ്ഥാനമാക്കി അദ്ദേഹം 2 ലോകളാണ്, 2 നിയമങ്ങൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ഒന്ന് ലോ ഓഫ് ഏതായിരിക്കും? ഡോമിനൻസ്. ലോ ഓഫ് ഡോമിനൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രകട സ്വഭാവ നിയമം. 2ാമത്തെ നിയമം ലോ ഓഫ് സെഗ്രിഗേഷൻ, വിവേചന നിയമം. ഈ 2 നിയമങ്ങളാണ് മോണോ ഹൈബ്രിഡ് പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി മെന്റൽ ഉണ്ടാക്കിയ 2 നിയമങ്ങൾ. മെന്റൽ മോണോ ഹൈബ്രിഡ് പരീക്ഷണത്തിന്റെ അടിസ്ഥാനമാക്കി പ്രപ്പോസ് ചെയ്ത 2 ലോസ്, ജെനറ്റിക്സിലെ 2 ലോസുകൾ ഏതൊക്കെയാണ്? ഒന്ന് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. ലോ ഓഫ് ഡോമിനൻസ് അഥവാ പ്രകട സ്വഭാവ നിയമം എന്തെന്ന് പറഞ്ഞാൽ, ലോ ഓഫ് ഡോമിനൻസ് says that according to law of dominance the characters are controlled by discrete units called factor. സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ഫാക്ടറുകൾ അഥവാ ഡിറ്റർമിനൻസ് ആണെന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫാക്ടർ അഥവാ ഡിറ്റർമിനൻസിന് ആര് പേരിട്ടു? ജൊഹാൻസൺ ജീൻ എന്ന് പേരിട്ടു. അപ്പോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോ ഓഫ് ഡോമിനൻസിന്റെ 1ാമത്തെ പോയിന്റ്, ദി ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ജീൻസ് ഓർ ഫാക്ടർ ഓർ ഡിറ്റർമിനൻസ്. ഈ 2ാമത്തെ പോയിന്റ്, ജീൻസ് ആർ ആൾവേസ് ഇൻ പെയർ. ജീനുകൾ അഥവാ ഫാക്ടറുകൾ ജോഡികളായി മാത്രമാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ജോഡികളായിട്ടിരിക്കുന്ന ജീനുകളിൽ നമ്മൾ നോക്കുക, 1ാം തലമുറയിൽ 2 വ്യത്യസ്തമായ അലീലുകൾ വന്നാൽ ഒന്ന് മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ക്യാപിറ്റൽ ടി ടാളം വന്ന സ്മാൾ ടി ഡാഫിനെ ഡോമിനേറ്റ് ചെയ്തു. അതിന്റെ ഫലമായി F1 2 ജീനും ഉണ്ടെങ്കിൽ അത് മാത്രമേ എക്സ്പ്രസ് ചെയ്യൂ, ഇതിൽ ഒരു അലീൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യൂ. അതിന്റെ ഫലമായിട്ട് ടാൾ എന്ന് പറയുന്ന ഫീനോടൈപ്പ് ഉണ്ടായി. ഈ ഡോമിനൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് കംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ്. ഇതല്ലേ, അപ്പൊ മെന്റലിന്റെ ഡോമിനൻസ് നമ്മൾ വിളിക്കുന്ന പേര് എന്ത് ഡോമിനൻസ് എന്നാണ്? കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അതായത് 2 ക്യാരക്ടർ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ 1ാം തലമുറയിൽ അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രം അപ്പിയർ ചെയ്യും. ആ അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടർ ഡോമിനന്റ് ക്യാരക്ടർ എന്നും അപ്പിയർ ചെയ്യാത്ത ക്യാരക്ടർ റിസസീവ് ക്യാരക്ടർ എന്ന് വിളിക്കുന്നു. ടാളും ഡാഫും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ F1 പ്രത്യക്ഷമായ ക്യാരക്ടർ ടാൾ ഈസ് കൺസിഡേർഡ് ദ ഡോമിനന്റ് ക്യാരക്ടർ ഓർ പ്രകട ഗുണം. പ്രത്യക്ഷമാകാത്ത ഡാഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റിസസീവ് ക്യാരക്ടർ അഥവാ ഗുപ്ത ഗുണമാണ്. അപ്പൊ മെന്റലിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ factors or determinants. These factors are occur in pair. അടുത്ത 2ാമത് പറയുന്നത്
രണ്ട് ഡിഫറന്റ് ഫാക്ടറുകൾ വരികയാണെങ്കിൽ F1 അത് ഒരു ഫാക്ടർ അഥവാ ഒരു ജീൻ മാത്രം എക്സ്പ്രസ് ചെയ്യും, മറ്റൊരു ജീൻ എന്താണ് എക്സ്പ്രസ് ചെയ്യാതെ തന്നെ ഇരിക്കുകയും ചെയ്തു. എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡോമിനന്റ് എന്നും, എക്സ്പ്രസ് ചെയ്യാതെ തന്നെ റിസസീവ് എന്നും. ഈ നിയമത്തെ നമ്മൾ വിളിക്കുന്ന പേര് ലാ ഓഫ് ഡോമിനൻസ് അല്ലെങ്കിൽ പ്രകട സ്വഭാവ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ പ്രകട സ്വഭാവം അഥവാ ലാ ഓഫ് ഡോമിനൻസ് അതിനെ അടിസ്ഥാനമാക്കിയാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ആണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ലാ ആണ്, നമുക്ക് കഴിഞ്ഞ ക്ലാസ് പഠിച്ചു, ലാ ഓഫ് സെഗ്രിഗേഷൻ. ഇല്ലാതിരുന്ന പറയണം ലാ ഓഫ് സെഗ്രിഗേഷൻ, മലയാളത്തിൽ വിവേചന നിയമം. പറയുന്നത് ജീൻ മേക്കിംഗ് അപ്പ് ഓഫ് എ പെയർ, ജീനുകൾ പരസ്പരം ചേർന്നിരിക്കും, അവ പരസ്പരം ജീനുകൾ പേറായിട്ടിരിക്കും, ഇതിനെടുക്കുക. ഇപ്പൊ ഗ്യാമറ്റ് സമയത്ത് ഇതിന്റെ ഒരു ജീൻ മറ്റൊരു ഗ്യാമറ്റിലേക്ക്, ഈ ജീൻ വേറൊരു ഗ്യാമറ്റിലേക്ക് പോകുന്നു. അപ്പോ ലാ ഓഫ് സെഗ്രിഗേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ജീൻസ് മേക്കിംഗ് അപ്പ് ഓഫ് എ പെയർ, ജീനുകൾ ജോഡികളായി ഇരിക്കുമ്പോൾ തന്നെ ഗ്യാമറ്റ് ഉണ്ടാകുന്ന സമയമാവുമ്പോൾ ജോഡികൾ പരസ്പരം വേർപെട്ട് അവ പ്രത്യേകിച്ച് ഓരോ ഗ്യാമറ്റിലേക്ക് പോകുന്നു. ദിസ് law of segregation is also called law of purity of gametes. ലിംഗകോശങ്ങളുടെ സംശുദ്ധത നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഒരു ഗ്യാമറ്റ് ഒരു സ്വഭാവത്തിന്റെ ഒരു ഫാക്ടർ അഥവാ ഒരു ഡിറ്റർമിനന്റ് അഥവാ ഒരു ജീനിനെ മാത്രമേ സ്വീകരിക്കൂ. അപ്പോൾ എപ്പോഴും ഗ്യാമറ്റ് ഈസ് ആൾവേസ് പ്യുവർ റിഗാർഡിംഗ് എ പർട്ടിക്കുലർ ക്യാരക്ടർ. Hence this law of segregation is also called എന്നറിയപ്പെടുന്നു. law of segregation is also called law of purity of gametes എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്നിട്ട് അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മെന്റൽ പറഞ്ഞ കാര്യങ്ങൾ. മെന്റൽ മോണോ ഹൈബ്രിഡ് പരീക്ഷണത്തിന്റെ അടിസ്ഥാനമായി പറഞ്ഞതാണ്. അപ്പൊ മെന്റലിന്റെ ഡോമിനൻസ് ഏത് ഡോമിനൻസ് ആണ്? ഈ പദം പ്രത്യേകിച്ച് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. മെന്റലിന്റെ പരീക്ഷണം മോണോ ഹൈബ്രിഡ് പരീക്ഷണമായിരുന്നാലും ഡൈഹൈബ്രിഡ് പരീക്ഷണമായിരുന്നാലും അത് ഏതിന് ഉദാഹരണമാണ്? കംപ്ലീറ്റ് ഡോമിനൻസ്. വാട്ട് ഈസ് കംപ്ലീറ്റ് ഡോമിനൻസ്? രണ്ട് ക്യാരക്ടർ തമ്മിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ F1 ഒരാൾ മാത്രം പ്രത്യക്ഷമാവുകയും അതിന് വിളിക്കുന്ന ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയാത്തിന് റിസസീവ് ക്യാരക്ടർ. മെന്റലിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ രണ്ട് വിപരീതമായ ഫാക്ടറുകൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു ഫാക്ടർ അഥവാ ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യും, മറ്റൊരു ജീൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല ഫാക്ടർ. ഈ പ്രത്യക്ഷമാകുന്നതിനെ വിളിക്കുന്നവര് ഡോമിനന്റ്, മറ്റൊരു വിളിക്കുന്നവര് റിസസീവ്. ഈ ഡോമിനൻസ് മെന്റലിന്റെ ഡോമിനൻസ് ഈസ് കാൾഡ് കംപ്ലീറ്റ് ഡോമിനൻസ് എന്നറിയപ്പെടുന്നു. കംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ മെന്റലിന്റെ കംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഫലമായിട്ട് നമുക്ക് രണ്ട് റേഷ്യോ കിട്ടി. 3:1 1:2:1 ഇങ്ങനെ രണ്ട് റേഷ്യോ നമുക്ക് കിട്ടി. എന്താണ് 3:1? മോണോ ഹൈബ്രിഡ് F2 ഫീനോടിപ്പിക് റേഷ്യോ. അടുത്ത മോണോ ഹൈബ്രിഡ് F2 ജീനോടിപ്പിക് റേഷ്യോ 1:2:1. മറന്നുപോകില്ലല്ലോ, ഇത് ഇത്രയും മനസ്സിലാക്കിയല്ലോ. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനമാക്കി അപ്പൊ ഇത് മെന്റൽ പറഞ്ഞു ലാ ഓഫ് ഡോമിനൻസ് പറഞ്ഞു, ലാ ഓഫ് സെഗ്രിഗേഷൻ. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഈ മെന്റലിന്റെ ഡോമിനൻസ് ഏത് ഡോമിനൻസ് എന്ന് പറഞ്ഞ നമ്മള് കംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വായിക്കട്ടെ, നമ്മൾ നോക്കിയപ്പോ അടുത്ത വേറൊരു ഡോമിനൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വേറൊരു ഡോമിനൻസ് നമ്മൾ ഇതിന്റെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലെ, നമ്മുടെ മെന്റലിന്റെ ഡോമിനൻസ് ഏതാണെന്ന് പറയണം? കംപ്ലീറ്റ് ഡോമിനൻസ് ആണെന്ന് പറയണം. മെന്റലിന്റെ ഡോമിനൻസ് ഏതാണ്? കംപ്ലീറ്റ് ഡോമിനൻസ്. രണ്ട് ക്യാരക്ടർ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ റെഡും വൈറ്റും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ F1 ഏത് വരുന്നു? റെഡ് വരും. ഏത് വന്നില്ല? വൈറ്റ് അല്ല. അപ്പൊ ഇത് ഏത് ഡോമിനൻസ് എക്സാമ്പിൾ ആണ്? കംപ്ലീറ്റ്. ടാളും ഡാർക്കും തമ്മിൽ ക്രോസ് ചെയ്തു. F1 ഏത് വന്നു? ടാൾ. ഏത് വന്നില്ല? ഡാർ. അപ്പൊ ഇത് എക്സാമ്പിൾ കംപ്ലീറ്റ് ഡോമിനൻസ്. ഇദ്ദേഹത്തിന്റെ വാക്കിംഗ് കേട്ടുകൊണ്ട് കാൾ കോറൻസ് തുടങ്ങിയ ശാസ്ത്രജ്ഞർ, ആരാണ്? കാൾ കോറൻസ് ഇൻ 1908 1908 ആയപ്പോ മെന്റലിന്റെ വാക്കിംഗ് കേട്ടുകൊണ്ട് അവർ ഇതുപോലെ പരീക്ഷണം നടത്തി. അല്ലെ, ഉദാഹരണത്തിന് ഇതേപോലെ നമ്മളെ എക്സാമ്പിൾ ഫ്ലവർ കളർ ഇൻ ഡോഗ് ഫ്ലവർ, ഫ്ലവർ കളർ ഇൻ ഡോഗ് പ്ലാന്റ് അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ വിളിക്കുന്ന പേര് സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ അതിന്റെ സയന്റിഫിക് നെയിം ആന്റി റൈനം മേജസ്. സ്പീഷീസ് തന്നെ എഴുതിക്കണം മൊത്തം ആന്റി റൈനം മേജസ്. ആന്റി റൈനം മേജസ് എന്ന് പറഞ്ഞ ചെടിയിൽ പൂവിന്റെ നിറം പഠന വിധേയമാക്കി. അതേ സമയത്ത് വേറൊരു എക്സാമ്പിൾ ഉണ്ട്, എൻട്രൻസ് ചോദിക്കും. ഫ്ലവർ കളർ ഇൻ മിറാബലിസ് ജാലപ്പ. മിറാബലിസ് ജാലപ്പ മീൻസ് ഏതായിരിക്കും? മിറാബലിസ് ജാലപ്പ 4 മണി ചെടി, 4 മണി 4 o'clock പ്ലാന്റ്. ഇതൊക്കെ പഠന വിധേയമാക്കിയ സസ്യങ്ങളാണ്. ഇതിന്റെ സ്നാപ്ഡ്രാഗന്റെ പൂവിന്റെ നിറം 4 മണി ചെടിയുടെ പൂവിന്റെ നിറമൊക്കെ സ്റ്റഡി ചെയ്തു, ഫോറൻസിക് സ്റ്റഡി ചെയ്തു. അവരെന്ത് ചെയ്തു? മെന്റലിന്റെ വാക്കിംഗ് കേട്ടുകൊണ്ട് പാരന്റിനെ തെരഞ്ഞെടുത്തു. റെഡ് ഫ്ലവേർഡ് ആന്റി റൈനോ അല്ലെങ്കിൽ സ്നാപ് ഡ്രാഗൺ ക്രോസ്ഡ് വിത്ത് വൈറ്റ് ഫ്ലവേർഡ് വൺ.
ചുവന്ന നിറത്തിലുള്ള സ്നാപ്ഡ്രാഗണെ വൈറ്റ് ഫ്ലവറുള്ള വെള്ളപ്പൂവായിട്ട് ക്രോസ് ചെയ്തു. ജീനോടൈപ്പ് നമുക്കറിയാം തന്നെ, ക്യാപിറ്റൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആൻഡ് സ്മാൾ ഒരിക്കലും പറഞ്ഞു വരെയാണ്, ശ്രദ്ധിച്ചു വെക്കണം. പിന്നീട് ആദ്യം ബേസ് ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. ക്യാപിറ്റൽ ആർ ഒരു 2 ഗ്യാമറ്റ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒന്ന് എഴുതും ഒരുപോലെ കിട്ടും. 2 ഗ്യാമറ്റ് ഒരുപോലെ ക്രോസ് ചെയ്തു. ക്യാപിറ്റൽ ആർ സ്മാൾ ആർ. നമ്മൾ ഇവിടെ അഭിപ്രായത്തിൽ മെന്റലിന്റെ കംപ്ലീറ്റ് ഡോമിനൻസ് ആയപ്പോഴത്തെ ഇവിടെ ടാളിന്റെ ഡാർക്ക് ടാൾ വന്നു. റെഡിന്റെ വൈറ്റ് ഇവിടെ ഏത് വരണം? റെഡ് വരണ്ടേ? ഇവിടെ ഏത് വന്നു? പിങ്ക്. ഏതാണ് വന്നത്? പിങ്ക്. ഏത് വന്നു? F1 F1 അപ്പിയർ വിത്ത് ഏത് ഫ്ലവേഴ്സ്? പിങ്ക് ഫ്ലവേഴ്സ്. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കിയാൽ ആ റെഡിനും വൈറ്റിനും ഇടയ്ക്കുള്ള ഒരു ക്യാരക്ടർ വന്നു. അത് എന്താണ്? ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ വന്നു. ഏത് ക്യാരക്ടർ വന്നു? ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ. റെഡും വന്നില്ല, വൈറ്റും വന്നില്ല, അതിനിടയിൽ. അതായത് ഒരു ഭയങ്കര പൊക്കമുള്ള ഒരാളെ തമ്മിൽ, വളരെ പൊക്കം കുറഞ്ഞ ആളെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ മീഡിയം ഉള്ള ആളും എന്ന് പറഞ്ഞ ഒരു കൊച്ചു. ഭയങ്കര പൊക്കമുള്ള ഒരു ഭർത്താവ് വളരെ പൊക്കം കുറഞ്ഞ ഒരു ഭാര്യ വിവാഹം കഴിച്ചു. കൊച്ചാണെങ്കിലോ സാധാരണ പൊക്കം കുറവാണെന്ന് വെച്ചാൽ അല്ല, കൂടുതലാണോ അല്ല, രണ്ടിനിടയ്ക്കുള്ള പൊക്കം വന്നു. ഇത് ഏതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതായത് this cross is also called intermediate dominance or it is also called incomplete dominance. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് ഡോമിനൻസ്. ഓർ വേറെ പേരുണ്ട്, ബ്ലെൻഡ്. ഇത് ബുക്കിൽ കാണില്ല, പഠിച്ചോണം. ബ്ലെൻഡിങ് ഡോമിനൻസ് എന്ന പേരാണ്. ഈ സുവോളജിയാണ് അല്ലെ, ബ്ലെൻഡിങ് ഡോമിനൻസ് അല്ലെ. ഇത് ഞാൻ പറഞ്ഞ ടൈമിലൊന്നും ടെക്സ്റ്റ് കാണത്തില്ല. എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ചോദിക്കുകയും ചെയ്യും. ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇത് പഠിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റൂല. സ്കൂളിലൊക്കെ ചെയ്യുന്നപ്പോ ഇങ്ങനെയാണെങ്കിൽ സ്കൂൾ തുടങ്ങി മെന്റൽ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു പോകും. അത് അവസാനം പഠിക്കാനും പറ്റാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, മെന്റലിന്റെ പരീക്ഷണം കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. 2 ക്യാരക്ടർ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ 2ൽ ഒരു ക്യാരക്ടറാണ് പ്രത്യക്ഷമായത്, ഒന്ന് പ്രത്യക്ഷമായില്ല. ഈ വാക്യം കേട്ടുകൊണ്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലേക്ക് നമ്മൾ എടുത്തു ചാടി. നമ്മളൊക്കെ സ്നാപ്ഡ്രാഗൺ അഥവാ ആന്റി റൈനം അല്ലെങ്കിൽ മിറാബിലിസ് ജാലപ്പ, 4 മണിച്ചെടിയുടെ പൂവിന്റെ റെഡ് ആയിട്ടുള്ള ചുവന്ന പൂവും വൈറ്റ് പൂവുള്ള 2 പേരന്റിനെ തെരഞ്ഞെടുത്ത് ക്രോസ് നടത്തിയപ്പോൾ റെഡും വൈറ്റ് ഹോമോസൈഗസ് ആയിട്ടുള്ള റെഡ് പാരന്റിനെയും ഹോമോസൈഗസ് ആയിട്ടുള്ള വൈറ്റ് പാരന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F1 ഉണ്ടായ ഹെട്രോസൈഗസ് എന്ന് പറയുന്നത് റെഡ് വരുന്നതിന് പകരം പിങ്ക് വന്നു. റെഡിനും വൈറ്റിനും ഇടയിലുള്ള സ്വഭാവം വിളിക്കുന്ന ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് ഈ ഡോമിനൻസിനെ നമ്മൾ എന്ത് ഡോമിനൻസ് വിളിക്കുന്നു? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന പേരിൽ അറിയപ്പെടും. വാട്ട് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? When 2 contrasting characters are crossed, F1 appear with an intermediate character. What is complete dominance? When 2 contrasting characters are crossed, F1 appear with any one of the character. F1 ൽ പ്രത്യക്ഷമാവുന്ന ക്യാരക്ടർ is called dominant. പ്രത്യക്ഷമാവാത്തതിനെ വിളിച്ച പേര് recessive. എന്നാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ when 2 contrasting characters are crossed, F1 appear with an intermediate character. എന്തെങ്കിലുള്ള സ്വഭാവം. ഇനി മെന്റലിന്റെ വാക്ക് കേട്ടിട്ടുണ്ടാവാം. F1 is self. F1 self here. F1 pink into parent. F1 pink into F1 pink. ക്രോസ് ടെക്സ്റ്റ് കൊണ്ട് നോക്കിയോളാം. F1 pink. ജീനോടൈപ്പ് അറിയാം നമുക്ക്. ജീനോടൈപ്പ് അറിയാം. ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മാൾ ആർ. ഗ്യാമറ്റ്സ് അവ 2 എണ്ണം ഉണ്ടായി. ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മാൾ ആർ. 2 നമ്മള് ഇതിനെ വിളിക്കുന്ന പേര് ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പുന്നറ്റ് സ്ക്വയർ. 2 into 2 4 കോളം വരച്ചു. ഒരു ഗ്യാമറ്റ്സ് ഇങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്? പുന്നറ്റ് സ്ക്വയർ ചോദിക്കും പരീക്ഷയ്ക്ക്. ക്യാപിറ്റൽ ആർ സ്മാൾ ആർ. ക്യാപിറ്റൽ ആർ ഏത് വന്നു? റെഡ്. ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ഏത് വന്നു? പിങ്ക്. ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ഏത് വന്നു? പിങ്ക്. അടുത്ത സ്മാൾ ആർ ഏത് വന്നു? വൈറ്റ്. ഫിനോടൈപ്പ് റേഷ്യോ നോക്കിയാണ്. 1 red is 2, 2 pink is 2, 1 white. കണ്ടോ? പിന്നെ ജീനോടൈപ്പ് റേഷ്യോ എടുത്ത് നോക്കിയാണ്. 1 capital R is 2, 2 capital R small r is 2, 1 small r. Both the ratio are 1 is to 2 is to 1. കണ്ടോ? In monohybrid crossൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡോമിനൻസിൽ 3:1 എന്നുള്ള റേഷ്യോ എന്താണ് കൺവേർട്ട് ചെയ്തു? 1 is to 2 is to 1. ജീനോടൈപ്പ് റേഷ്യോയിൽ മാറ്റമില്ല. ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എൻട്രൻസിന്. Name a cross in which both the genotypic ratio F2 and the phenotypic ratio are similar. Answer ഏതാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെന്ന് ഓർത്തോണം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ മോണോഹൈബ്രിഡിന്റെ 3:1 റേഷ്യോ is get modified into 1 is to 2 is to 1. മനസ്സിലായോ? 1 is to 2 is to 1. അപ്പൊ വാട്ട് ഇസ് ഡിഫറൻസ്? അപ്പൊ കംപ്ലീറ്റ് ഡോമിനൻസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് രണ്ടാണെന്ന് മനസ്സിലായേ? കംപ്ലീറ്റ് വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ കംപ്ലീറ്റ് ഡോമിനൻസ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്?
ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് F1 ഏതെങ്കിലും ഒരു ക്യാരക്ടറെ അപ്പിയർ ചെയ്യൂ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ രണ്ട് ക്യാരക്ടറിനും ഇടയ്ക്കുള്ള ഒരു ക്യാരക്ടർ വന്നു. അടുത്ത F2 ഈ മോണോഹൈബ്രിഡ് റേഷ്യോ 3:1 ആണെങ്കിൽ ഇവിടെ ഏത് റേഷ്യോ മാറി 1:2:1 ആയിട്ട് മാറി. ജീനോട്ടിപ്പിക് റേഷ്യോയിൽ എന്തെയില്ല മാറ്റമില്ല, അത് 1:2:1 തന്നെ. ഇനി നെയിം എ ക്രോസ് ഇൻ വിച്ച് F2 phenotypic ratio, F2 genotypic ratio are similar is example for incomplete dominance ratio than 1:2:1 ആണ്. എക്സാമ്പിൾ ഏതാണ്? ഫ്ലവർ കളർ ഇൻ ഡോഗ് ഫ്ലവർ. ഇവിടെ ആണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലവർ കളർ ഇൻ സ്നാപ് ഡ്രാഗൺ ഓർ ഫ്ലവർ കളർ ഇൻ ആന്റി റാൻ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അടുത്ത വേറെ എക്സാമ്പിൾ ഞാൻ മിറാബിലിസ് ഡെവലപ്പ് ഇത് ശരിക്കും നടത്തിയ കാൾ കോറൻസ് ആണ് ഈ എക്സ്പെരിമെന്റേഷൻ നടത്തിയത്. കാൾ കോറൻസ് ആര് എന്ന് ചോദിച്ചാൽ മെന്റല് തന്റെ പരീക്ഷണങ്ങൾ 1864 പബ്ലിഷ് ചെയ്തപ്പോ അന്നത്തുള്ള ശാസ്ത്രജ്ഞർ പറഞ്ഞു പോടാ മെന്റല് എന്ന് വിളിച്ചു. കാരണം വട്ടനല്ലേ അല്ലെ, ശരിക്കും മെന്റലാണെന്നോ അത് പറഞ്ഞു. നിങ്ങൾക്ക് മെന്റൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് MNT ആണ് ഇടാള് DL എന്ന് പറഞ്ഞ് ഓട്ടിച്ചു വിട്ടു. എന്നാൽ 1900 ആയപ്പോ 3 ശാസ്ത്രജ്ഞന്മാർ, അതിൽ ഒരാളാണ് ഈ കാൾ കോറൻസ്, നെക്സ്റ്റ് ഹ്യൂഗോ ഡിവ്രീസ് അല്ലെ, മൂന്നാമത്തെ ആരിഷ് ഓൺ ടെഷർമാർക്ക്. ഈ 3 സയന്റിസ്റ്റുകൾ ഇൻഡിപെൻഡന്റ് ആയി 3 രാജ്യത്തുള്ളവർ ഈ വർക്ക് വീണ്ടും കണ്ടെത്തിയതുകൊണ്ട് കാൾ കോറൻസിനെയും ഹ്യൂഗോ ഡ്യൂറീസിനെയും ആരിഷ് ഓൺ ടെഷർമാർക്കിനെയും റീഡിസ്കവറേഴ്സ് ഓഫ് മെന്റലിയൻ ലോസ് ഓർ മെന്റലിയൻ പ്രിൻസിപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഹു ആർ ദ റീഡിസ്കവറേഴ്സ്? ഒരിക്കൽ കണ്ടെത്തിയ കാര്യം മെന്റലിനെ നമ്മൾ ഓട്ടിച്ചു വിട്ടു. അന്നത്തെ ശാസ്ത്രലോകം അന്ന് ഡാർവിനാണ് നമ്മൾ അംഗീകരിച്ചു. ആ സമയത്ത് മെന്റലിനെ അന്നത്തെ സയന്റിഫിക് സൊസൈറ്റി, അന്നത്തെ ഹിസ്റ്റോറിക് സയൻസ് സൊസൈറ്റി അംഗീകരിച്ചില്ല. അവർ പറഞ്ഞ് മെന്റലാണെന്ന് പറയുകയും ഓട്ടിച്ചുവിടുകയും ചെയ്തു. പ്രീസ്റ്റിന്റെ പണി നോക്കാൻ പറഞ്ഞു. പിന്നീട് 1900 ആയപ്പോ 3 ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? കാൾ കോറൻസ്, ഹ്യൂഗോ ഡിവ്രീസ്, ആരിഷ് ഓൺ ടെഷർമാർക്ക്, 3 രാജ്യക്കാര് ഈ ഹിസ്റ്റോറിക് സൊസൈറ്റിയിലേക്ക്, സയൻസ് സൊസൈറ്റിയിലേക്ക് പ്രബന്ധം അവതരിപ്പിച്ചപ്പോ അവര് പറഞ്ഞു ഈ പ്രബന്ധം 1864-67 കാലഘട്ടത്തിൽ മെന്റൽ പറഞ്ഞതാണെന്നും നിങ്ങൾ 3 പേരും പിന്നെ ഇത് ഒരിക്കലൊക്കെ കണ്ടെത്തിയതുകൊണ്ട് നിങ്ങളെ റീഡിസ്കവറേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ അത് പറഞ്ഞപ്പോ ആദ്യം മെന്റൽ എക്സ്പെരിമെന്റ് ആയ മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മോണോ ഹൈബ്രിഡ് ക്രോസിനകത്ത് 3:1 1:2:1 എന്ന റേഷ്യോ മെന്റൽ കണ്ടെത്തി. 2 നിയമങ്ങളും കണ്ടെത്തി. അതൊക്കെയാണ് ലോ ഓഫ് സെഗ്രിഗേഷനും ലോ ഓഫ് ഡോമിനൻസും. അല്ലെ, ഇത് മാറ്റം വരുത്തു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കോറൻസ്. അതിനൊരു ഉദാഹരണം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മോണോ ഹൈബ്രിഡിന്റെ എക്സ്പെരിമെന്റില് മോഡിഫിക്കേഷൻ ഉള്ള ഒന്നാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അല്ലെ, മോണോ ഹൈബ്രിഡ് മെന്റൽ പറഞ്ഞതുപോലെ അല്ല എന്ന് നമുക്ക് ഈ റേഷ്യയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിന് ഇഷ്ടം പോലെ പ്രോബ്ലം ചോദിക്കും, അതുകൊണ്ട് പഠിച്ചു പോകണം. എനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്ലീസ് സ്റ്റാർട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരിക്കലും പറഞ്ഞതാണ്, ബോറിംഗ് ആവണേണ്, ഒരിക്കലും പറഞ്ഞു തന്നേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ആയി ചോദിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ വരാതിപ്പോ ചോദിച്ചാൽ നല്ല കിട്ടുകയും ചെയ്യട്ടെ. മെഡിക്കൽ ഉറങ്ങി രാവിലെ എണീറ്റ് വന്നിട്ട് എന്തിനാണ് സ്നാപ് ഡ്രാഗൺ തിന്നാൻ പറ്റും ഒന്ന് ചോദിക്കരുത്. ഓക്കെ. ജെനറ്റിക്സിന്റെ ക്ലാസ്സിക്കാരിലേക്ക് വിവരം അറിയും, അതിൽ മാറ്റമൊന്നുമില്ല. ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞവരപ്പം സെക്കൻഡ് ഇയർ വഴി കിടക്കും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം 10 മിനിറ്റ്സ് മോർ, 10 മിനിറ്റ് കൂടെ സമയം എടുക്കും. നമുക്ക് അതിനുമ്പ് എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇത് മെന്റലിന്റെ ഇതാണ് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത മോഡിഫിക്കേഷൻ. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഒരിക്കലും പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം ഇത് പഠിക്കാതെ മോഡോട്ട് ഞാൻ വളരെ സ്പീഡിൽ പോയി അവസാനം ചോദിച്ച ജെന്റിക് സാറിന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറയില്ല. അതുകൊണ്ട് വളരെ സ്ലോയില് വളരെ ഇതായിട്ട് ലൈവ് ക്ലാസ്സിൽ കയറി പഠിച്ച് തന്നെ പോണം. നമ്മൾ ഇതുമായിട്ട് ബന്ധം മോണോ ഹൈബ്രിഡ് ക്രോസിന് ഇപ്പൊ ഒരു മോഡിഫിക്കേഷൻ നമ്മൾ പഠിച്ചു, അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മെന്റലിന്റെ അതുപോലെ അല്ല എന്നൊക്കെ മനസ്സിലായി. മെന്റലിന്റെ വാക്കുപോലെ അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു. മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ മോണോ ഹൈബ്രിഡ് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. 3:1 1:2:1 റേഷ്യോ കിട്ടുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഇനി അടുത്ത വേറൊരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇത് എൻട്രൻസിൽ ധാരാളം ക്വസ്റ്റ്യൻ വരും. ശ്രദ്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോ ഡോമിനൻസ്. ഓക്കെ. കോ ഡോമിനൻസ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമ്മള് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റിന്റെ ഒന്നാമത്തെ മോഡിഫിക്കേഷൻ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മെന്റലിന്റെ എക്സ്പെരിമെന്റ് ഏതാണെന്ന് നിങ്ങൾ ഓർത്തോണം. ഏത് ഡോമിനൻസ് ആണെന്ന് ഓർത്തോണം. കംപ്ലീറ്റ് ഡോമിനൻസ് ആണെന്ന്. കംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ F2 ഫിനോടൈപ്പ് റേഷ്യോ 3:1 ആയിരിക്കും. 1:2:1 F2 ജീനോടൈപ്പ് റേഷ്യോ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും 2 ജീനിൽ 1 ജീൻ മാത്രമേ എക്സ്പ്രസ് ചെയ്യൂ. ഈ 3 കാര്യങ്ങളാണെങ്കിലാണ് കംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആകുമ്പോൾ 2 ഇടയ്ക്കുള്ള ഒരു സ്വഭാവം ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ വന്നു.
ഇനിതാ ഇഷ്ടം പോലെ എൻട്രൻസിന് ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യനേ ഇല്ല. ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും. ഒരു എ ഗ്രൂപ്പ് പേഴ്സൺ മാരീസ്, ബി ഗ്രൂപ്പ് ലേഡി ആൻഡ് ഹി ദേ ഒബ്റ്റൈൻഡ് ഓ ഗ്രൂപ്പ് സൺ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ എപ്പോഴും അതിന്റെ ഫീനോടൈപ്പ് എന്ത്, ജീനോടൈപ്പ് എന്ത്, ഇതാണ് നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞിരിക്കും. വളരെ ശ്രദ്ധിച്ചിരുന്ന എളുപ്പമാണ്. പെട്ടെന്ന് കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ക്യാരക്ടർ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ പേരന്റ് നമ്മൾ രണ്ട് ജീനുകളെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് എക്സ്പ്രസ് ചെയ്യും. ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ, നമ്മൾ ഒരു റെഡ് കളേർഡ് ആയിട്ടുള്ള ഒരു ചുവന്ന കോട്ട് കളർ മീൻസ് പശുവിന്, കോട്ട് കളർ മീൻസ് അതിന്റെ രോമമുള്ള ചുവന്ന രോമത്തോടു കൂടിയ ഒരു പശുവിനെ ഒരു വെള്ള രോമത്തോടു കൂടിയ കാളയുമായി ക്രോസ് ചെയ്തു. നമ്മൾ നോക്കിയപ്പോ രണ്ടിന്റെ ഇടയിലുള്ള രണ്ട് ചുവപ്പ് ഹെയറും കാണുകയും വെള്ള ഹെയറുള്ള കുട്ടി ഉണ്ടായി. അതിനെ വിളിക്കുന്ന പേര് റോവൻ എന്നറിയപ്പെടും. ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറയാം. റോവൻ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. കോഡോമിനൻസ് നിങ്ങൾക്ക് പഠിക്കാല്ലേ. അതായത് അല്ലെ ഈ കോട്ട് മീൻസ് ആണ് ഹെയർ കളർ. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചുവന്ന രോമത്തോടു കൂടിയ ഒരു പശുവിനെ ഒരു കാറ്റിലിനെ അല്ലെ വേറൊരു വെള്ള ഹെയറുള്ള ഒരു കാറ്റിലുമായി ക്രോസ് ചെയ്തപ്പോൾ ആ രണ്ട് F1 ഉണ്ടായ പശുവിന്റെ അല്ലെങ്കിൽ കാളയുടെ എന്തോ ആയിക്കോട്ടെ കുട്ടിയുടെ ബോഡിയില് പകുതി ചുവപ്പും പകുതി ഏതായിരിക്കും വെള്ളയുടെ ഇട കലർന്ന, അപ്പൊ ചുവപ്പും വെള്ളയുടെ കലർന്ന ഒരു കളറാണ് വിളിക്കുന്നത് റോവൻ ഉണ്ടായി. ഇവിടെ അപ്പൊ രണ്ട് ജീൻ എക്സ്പ്രസ് ചെയ്തു. ഇത് ഇവിടെ നമ്മൾ നോക്കിയാണ് രണ്ട് ജീനിൽ ഒന്ന് മാത്രം വന്നു, ഒന്ന് പ്രത്യക്ഷപ്പെട്ടില്ല. മറ്റേ ലാഭം എന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് രണ്ട് ജീനിന് ഇടയ്ക്കുള്ള സ്വഭാവം ഇന്റർമീഡിയറ്റ് വന്നു. കോഡോമിനൻസിലേക്ക് വരുമ്പോ രണ്ട് ജീനുകളും എക്സ്പ്രസ് ചെയ്യുന്നു F1. ഓക്കെ, രണ്ട് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ രണ്ട് ജീനുകളും എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ രണ്ട് ക്യാരക്ടറുകളെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ കോഡോമിനൻസ് എന്ന് വെച്ചാൽ വെൻ ടു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ക്രോസ് both the characters are appear in F1. So what is definition? Codominance is defined as when two contrasting characters are crossed, F1 appear with both the characters. രണ്ട് സ്വഭാവങ്ങളെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ ഒന്നാം തലമുറയിൽ രണ്ട് ക്യാരക്ടറും പ്രത്യക്ഷമായാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തറിയപ്പെടുന്നത്? കോഡോമിനൻസ്. എക്സാമ്പിൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. കോഡോമിനൻസ് എക്സാമ്പിൾ ആണ് ഏതെന്ന് വിളിക്കണേ? ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ കേട്ടിരിക്കും. എല്ലാ സ്ഥിതി ചെയ്ത് മനസ്സിലാവൂല. ഗ്രൂപ്പ് ഇൻ മാൻ ബുക്കിലാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു അല്ലെ. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ് അല്ലെ. കോഡോമിനൻസ് ഈ ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ആൾസോ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അലലിക് ഇന്ററാക്ഷൻ ഓർ മൾട്ടിപ്പിൾ അലീൽസ്. ഇതും ചോദിക്കും. കോഡോമിനൻസിന് എക്സാമ്പിൾ ഏതാണ്? ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ. ABO ബ്ലഡ് ഗ്രൂപ്പ് വാസ് ഡിസ്കവേർഡ് ബൈ നമുക്കറിയാം ആരാണ്? കാൾ ലാൻഡ് സ്റ്റെയ്നർ. ആരാണ് കണ്ടെത്തിയത്? കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയുണ്ട്? A ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഏതൊക്കെയുണ്ട്? B ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ അതുകൊണ്ടായിരിക്കും AB ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പിന്നെ ഏതായിരിക്കും? O ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മളൊക്കെ A ഗ്രൂപ്പില് എന്തുകൊണ്ട് A ഗ്രൂപ്പിന് ഇത് ആന്റിജൻ A ഉള്ളതുകൊണ്ടാണ് ഇതിന് A ഗ്രൂപ്പ് എന്നും, B ഗ്രൂപ്പിൽ ആന്റിജൻ ഏതായിരിക്കും? B ഉള്ളതുകൊണ്ട് B ഗ്രൂപ്പ് എന്നും, ആന്റിജൻ A ആൻഡ് B ഉള്ളതുകൊണ്ട് AB ഗ്രൂപ്പ് എന്നും, ആന്റിജൻ ഇല്ല എങ്കിൽ അത് O ഗ്രൂപ്പായിട്ട് കരുതുന്നു. ഒന്നിന് സാർവിക ഡോണറായിട്ടും മറ്റൊന്ന് സാർവിക റിസപ്റ്റന്റ് ആയിട്ടും കരുതുന്നത് സാർവിക അല്ലെ അതിലെ സ്വീകർത്താക്കളും എന്താണ് ദാതാക്കളുമായിട്ട് കരുതുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. പക്ഷെ പുസ്തകം നോക്കി നിങ്ങൾ കൊണ്ട് കറങ്ങുകയും ചെയ്യും. കോഡോമിനൻസിന് എക്സാമ്പിൾ എന്താണ്? കോഡോമിനൻസ് ഒരിക്കലും പറയാണ് രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറുകളെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ F1 അപ്പിയർ വിത്ത് ബോത്ത് ദ ക്യാരക്ടർ. എന്താണ് കംപ്ലീറ്റ് ഡോമിനൻസ്? വെൻ ടു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ക്രോസ് F1 അപ്പിയർ വിത്ത് എനി വൺ ഓഫ് ദി ക്യാരക്ടർ അല്ലെ. അത് അപ്പിയർ ചെയ്യുന്ന ഡോമിനന്റ് ക്യാരക്ടറും വരാത്തന്നെ റിസസീവ്. അതാണ് മെന്റലിന്റെ എക്സ്പെരിമെന്റ് മോണോ ഹൈബ്രിഡ്. അതിനുശേഷം നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലേക്ക് വന്ന കാൾ കോറൻസിന്റെ അവിടെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ രണ്ടിന് ഇടയ്ക്കുള്ള ക്യാരക്ടർ വന്നു അല്ലെ. അവിടെ ഫ്ലവർ കളറിൻ സ്നാപ് ഡ്രാഗൺ അഥവാ ഡോഗ് ഫ്ലവർ അഥവാ ആന്റി റൈൻ ഇമേജസ് അല്ലെങ്കിൽ ഫ്ലവർ കളറിൻ മിറാബിലിസ് ഡാലപ്പെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്ത നമ്മൾ പറയുന്നത് കോഡോമിനൻസ്. കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ വെൻ ടു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ക്രോസ്, രണ്ട് വിപരീത ഗുണങ്ങളെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളും എന്ത് ചെയ്യുന്നു? F1 വരുന്നു. എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ.
അതിനെ വിളിക്കുന്ന പേര് ലാൻഡ്സ്റ്റൈനർ ഗ്രൂപ്പ്. കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അതിനകത്ത് അതേ ബ്ലഡ് ഗ്രൂപ്പിനെ 4 ഗ്രൂപ്പായിട്ട് മാറ്റി. എ ഗ്രൂപ്പ്, ഡി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ് ആൻഡ് ഒ ഗ്രൂപ്പ്. അക്കോർഡിംഗ് ടു മെൻഡൽ, ദി ബ്ലഡ് ഗ്രൂപ്പ് വാസ് കൺട്രോൾഡ് ബൈ ഐ ജി. ഏത് ജീനാണ് നിയന്ത്രിക്കുന്നത്? ഐ ജി. സാധാരണ ഐ ജി നമുക്കറിയാം പെയർ ആകുമ്പോൾ ക്യാപിറ്റൽ ഐയും സ്മാൾ ഐയിൽ വരാം. പക്ഷെ ഇവിടെ വരുമ്പോ ഈ ജീനിന് 3 അലീലുകൾ കാണാൻ കഴിയും. ഈ ജീൻ എത്ര അലീല് കാണാൻ കഴിയുന്നു? 3 അലീലുകൾ കാണാൻ കഴിയും. ഒന്ന് ഐ എ എന്ന അലീല്, ഒന്ന് ഐ ബി എന്ന അലീല്, ഒന്ന് സ്മാൾ ഐ. കണ്ടോ? ഐ എ, ഐ ബി, സ്മാൾ ഐ. ഒരു ജീനിന് 2 അലീലുകൾ ഉണ്ടാകാവൂ എന്ന കാര്യം ഇവിടെ മാറി. ഇപ്പൊ എത്ര അലീലുകൾ വന്നു? 3 അലീലുകൾ വന്നു. 1, 2, 3. അതുകൊണ്ട് ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? മൾട്ടിപ്പിൾ അലീൽസ്. അതുകൊണ്ട് ഏതിന് ഉദാഹരണമാണ്? മൾട്ടിപ്പിൾ അലീൽ. ഒരിക്കൽ ചോദിക്കും, സാധാരണ അലീൽ എന്ന് എന്താണ്? ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ സിംഗിൾ ജീൻ. ഒരു ജീനിന് 2 വ്യത്യസ്ത ഫോമുകളെ വിളിക്കുന്ന പേരാണ് അലീൽ. ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ഏത് ജീനാണ്? ഐ ജീനാണെന്ന് വയ്ക്കുക. ഈ ഐ ജീന് നമ്മളെ മെന്റലിന്റെ അഭിപ്രായത്തിൽ 2 ക്യാപിറ്റൽ ഐ, സ്മാൾ ഐ, 2 അലീലുകളെ വരാവും. എന്നാൽ നമ്മൾ ഇവിടെ വരുമ്പോ നമുക്ക് ഈ ഐ ജീന് എത്ര അലീലുകൾ കാണാൻ കഴിയും? 3 അലീലുകൾ. അതൊക്കെയാണ് ഐ എ, ഐ ബി ആൻഡ് സ്മാൾ ഐ. എങ്ങനെ എത്ര അലീലുകൾ? 3 അലീലുകൾ കാണാൻ കഴിയും. ഇതില് ഐ എ ഏതിന്റെ നിർമ്മാണം സഹായിക്കുന്നു? ആന്റിജൻ എയുടെ നിർമ്മാണത്തെ സഹായിക്കുന്ന, അല്ലെ ആന്റിജൻ എയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഷുഗർ ഉണ്ടാക്കുന്നു. ഐ ബി ആന്റിജൻ ബി എ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഷുഗർ ഉണ്ടാക്കുന്നു. ഇവിടെ സ്മാൾ ഐ എന്ന് പറയുന്ന റിസസീവ് അലീൽ ഒരു ആന്റിജനെയും ഉണ്ടാക്കുന്നില്ല. എങ്കിൽ വാട്ട് ആർ ദ പോസിബിൾ ജീനോടൈപ്സ്? എ ഗ്രൂപ്പിന്റെ പോസിബിൾ ജീനോടൈപ്സ് ഏതായിരിക്കും? നിങ്ങൾ തന്നെ എഴുതി വെക്കണം. ഞാൻ വായിക്കട്ടെ. പോസിബിൾ ജീനോടൈപ്സ് ഏതായിരിക്കും? ആദ്യം അറിയുക, എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് 3 അലീലുകളാണ്. ഐ എ, ഐ ബി, സ്മാൾ ഐ. ആന്റിജൻ എയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഷുഗർ ഉണ്ടാക്കുന്ന ഐ എ അലീൽ. ഐ ബി അലീൽ സിന്തസിസ് sugar which control the synthesis of antigen B. Small I never control any antigen or ഒന്നിനെയും ഉണ്ടാക്കുന്നില്ല. ഇത് 3 അലീലുകൾ ഉള്ളത് കൊണ്ട് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് കോഡോമിനൻസിന് ഉദാഹരണമാണ്. ഏതിന് ഉദാഹരണമാണ്? മൾട്ടിപ്പിൾ അലീൽസിന് ഉദാഹരണമാണ്. ലാൻഡ്സ്റ്റൈനർ ഗ്രൂപ്പാണ് എ ബി ഒ. ഇവിടെ ഒരു സംശയമുണ്ടോ? എനി ഡൗട്ട്? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. സ്പീഡ് അപ്പ്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ഇല്ല? ക്ലിയർ ഇല്ലേടെ? ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ക്ലിയർ ആയില്ല? അങ്ങനെ എന്താണ്? ക്ലിയർ ആയോ? അതായത് ഞാൻ ഒരിക്കലും പറയാണ്, കോഡോമിനൻസ് എന്നാൽ മോണോ ഹൈബ്രിഡ് മെന്റലിന്റെ കംപ്ലീറ്റ് ഡോമിനൻസിന് വിപരീതമാണ് കോഡോമിനൻസ്. ഇത് ഒരു മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ആണ്. പക്ഷെ ഇവിടെ മെന്റലിന്റെ ഒരു ക്യാരക്ടർ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല. കോഡോമിനൻസ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, കോഡോമിനൻസ് എന്ന് ചോദിച്ചാൽ 2 ക്യാരക്ടറെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ F1-ല് 2 ക്യാരക്ടറും പ്രത്യക്ഷമാകുന്നു. ഉദാഹരണം എന്ന് പറയുന്നത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ. എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ എന്ന് പറയുന്നതാണ് ഇതിന് ഉദാഹരണം. ഈ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അതുകൊണ്ട് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിനെ ലാൻഡ്സ്റ്റൈനർ ഗ്രൂപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 ഗ്രൂപ്പുകൾ കാണാൻ കഴിയും. നമുക്കറിയില്ലേ, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ ബി എന്നൊക്കെ പറയില്ലേ? അതുപോലെ നമ്മൾ എ ബി ഒ ഇങ്ങനെ ബ്ലഡ് ഗ്രൂപ്പിന്, എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിന് 4 ആയിട്ട്. ഇത് അല്ലാതെ വേറെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പോകണം. ഇത് കൂടാതെ RH ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? പിന്നെ വേറെ പല ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. അത് നമുക്ക് പ്രാവർത്തികം കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾ 4 ബ്ലഡ്, എ ഗ്രൂപ്പ് ആകുമ്പോൾ ആന്റിജൻ എ ഉണ്ടാവും, ബി ഗ്രൂപ്പ് ആകുമ്പോൾ ആന്റിജൻ ബി ഉണ്ടായിരിക്കും, എ ബി ഗ്രൂപ്പ് ആകുമ്പോൾ എന്തായിരിക്കും? എയും ബി ആന്റിജൻ ഉണ്ടായിരിക്കും. ഒ ഗ്രൂപ്പിൽ ഒരു ആന്റിജനും ഇല്ല. ഈ ആന്റിജന്റെ നിർമ്മാണത്തെ അഥവാ ബ്ലഡ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ജീനാണ് ഐ. ഈ ഐക്ക് 2 അലീലുകളാണ് വരേണ്ടത്, ക്യാപിറ്റൽ ഐ, സ്മാൾ ഐയും. പക്ഷെ ഇവിടെ വരുമ്പോ ഇവിടെ 3 അലീലുകൾ കാണാൻ കഴിയുന്നു. ഐ എ ആന്റിജൻ, ഐ എ എന്ന് പറയുന്ന അലീല്, ഐ ബി എന്ന് പറയുന്ന അലീല്, സ്മാൾ ഐ എന്ന് പറയുന്ന അലീൽ. ഐ എ അലീൽ ആരുടെ നിർമ്മാണത്തെ സഹായിക്കുന്നു? ആന്റിജൻ എയുടെ നിർമ്മാണത്തെ സഹായിക്കുന്ന ഷുഗർ ഉണ്ടാക്കുന്നു. ഐ ബി എന്ന് പറയുന്ന ആന്റിജൻ ബി എ നിർമ്മാണത്തിനെ സഹായിക്കുന്നു. സ്മാൾ ഐ എന്ന അലീൽ ഒന്നിനെയും നിയന്ത്രിക്കുന്നില്ല. ഇത്രയും മനസ്സിലായല്ലോ? എങ്കിൽ നമ്മൾ ഇതിന്റെ പോസിബിൾ ജീനോടൈപ്പ് എഴുതുകയാണ്. എ ഗ്രൂപ്പിന്റെ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ നോക്കിയാണ്, എ ഗ്രൂപ്പ് ആകുമ്പോൾ ആന്റിജൻ എ ഇല്ലേ? അപ്പൊ ഏതൊക്കെയായിരിക്കും?
ഐ എ രണ്ടെണ്ണം വെച്ചത് ഐ എ കണ്ടോ. അടുത്ത വേറെ പോസിബിൾ ഐ എ സ്മാൾ ഐ എ ആന്റിജൻ ഉണ്ടാക്കുന്നു, ഐ എ ആന്റിജനെ ഉണ്ടാക്കും. അപ്പൊ എ ഉള്ള ഗ്രൂപ്പ് ഏതായിരിക്കും? എ ഗ്രൂപ്പ്. ഇവിടെ നോക്കിയാണ് ഐ എ സ്മാൾ ഈ അലിയിൽ എ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നു. ആന്റിജൻ നിർമ്മാണം ഇവിടെ ഒന്നിനെ ഇല്ല. അപ്പൊ എ ആന്റിജൻ ഉള്ള അപ്പൊ എ ഗ്രൂപ്പ് ആയിട്ട് മാറും. അപ്പൊ ബി ഗ്രൂപ്പ് നിങ്ങൾ എഴുതണം നോക്കിയാണ് ഇല്ല. ഓ ഗ്രൂപ്പ് ആകുമ്പോ ഏതായിരിക്കും? സ്മാൾ ഐ കാരണം ആന്റിജൻ ഇല്ല. ദീസ് ആർ ദ പോസിബിൾ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഇതാണ്, ശ്രദ്ധിച്ചോളാം. നമ്മൾ പറഞ്ഞ കോഡ് നമ്മൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ഐ എന്ന് പറയുന്ന ജീനാണ്. സാധാരണ ജീനിന് 2 അലീലേ വരുന്നുള്ളൂ. ഇവിടെ 3 അലീലുകളുണ്ട്. ഇത് മൾട്ടിപ്പിൾ അലീൽസ് ആണ്. ഐ എ എന്ന് പറയുന്ന ആന്റിജൻ എയുടെ നിർമ്മാണത്തെ സഹായിക്കുന്ന അലീല്, ഐ ബി എന്ന് പറയുന്ന ആന്റിജൻ ബി നിർമ്മാണത്തെ സഹായിക്കുന്ന അലീല്, സ്മാൾ ഐ എന്ന് പറയുന്ന ഒരു ആന്റിജനെ നിർമ്മാണത്തെ സഹായിക്കുന്നില്ല. എങ്കിൽ എ ഗ്രൂപ്പിന്റെ പോസിബിൾ ജീനോടൈപ്പ് ഏതൊക്കെയാണ്? ഐ എ സ്മാൾ ഐ, ഇത് ഹോമോസൈഗസ്, ഇത് ഹെട്രോസൈഗസ്. ബി ഗ്രൂപ്പ് ആകുമ്പോൾ ഐ ബി കാരണം 2 ബി ആന്റിജന്, ഐ ബി സ്മാൾ, ഇത് ബി ആന്റിജനെ ഒന്നിനെ നിർമ്മിക്കാം. അപ്പൊ ബി ഗ്രൂപ്പ് ആയിരിക്കും. എ ബി ഗ്രൂപ്പ് ഒരു പോസിബിൾ ഐ എ ഐ ബി. ഓ ഗ്രൂപ്പ് സ്മാൾ ഐ. ഇത്രയും ക്ലിയർ ആയി നോക്കണം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? പോസിബിൾ ജീനോടൈപ്സ് നിങ്ങൾ എഴുതിയെടുക്കണം. എൻട്രൻസിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. എങ്കിൽ നമുക്കൊരു അല്ലെ, അപ്പൊ എ ബി ഗ്രൂപ്പ് ആണ്. നമ്മൾ ഇത് ഏതൊരു എക്സാം മൾട്ടിപ്പിൾ അലീൽസിന് എക്സാമ്പിൾ. നമുക്ക് ഉദാഹരണത്തിന് നമുക്കൊരു പേരന്റ് എഴുതാൻ, ഞാൻ എഴുതാം ഒരു വിവാഹത്തെ കുറിച്ച് പറയാണ്. പേരന്റ് ഒരു ഓ ഗ്രൂപ്പ് ലേഡി മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ വേറൊരു ഓ ഗ്രൂപ്പുമായി വിവാഹം കഴിച്ചു. ഒരു ഓ ഗ്രൂപ്പ് ഭർത്താവ് ഒരു ഓ ഗ്രൂപ്പ് ഭാര്യയെ വിവാഹം കഴിച്ചു. കുട്ടികൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. നിങ്ങൾ എഴുതി നോക്കണം സ്വന്തമായിട്ട്. ജീനോ ടൈപ്പ് സ്മാൾ ഐ ഇൻറ്റു സ്മാൾ ഐ. ഗ്യാമെറ്റ്സ് സ്മാൾ ഐ 2 ഇവിടെ സ്മാൾ ഐ. കുട്ടി എപ്പോഴും ഏത് തന്നെയായിരിക്കും നിങ്ങൾ നോക്കണം. ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഓ ഗ്രൂപ്പ് ആയിരിക്കും. കണ്ടോ അല്ലെ. ഇപ്പൊ ഒരു സാധാരണ ഡിസ്പ്യൂട്ട് വന്നു, കോടതിയിലെ കേസ് വരും. ഒരു ഓ ഗ്രൂപ്പ് പേഴ്സൺ മാരീസ് എ ഓ ഗ്രൂപ്പ് ലേഡി. ഒരു ഓ ഗ്രൂപ്പ് സ്ത്രീയെ ഒരു ഓ ഗ്രൂപ്പുള്ള ഒരു പുരുഷൻ വിവാഹം കഴിച്ചു. കുട്ടി എ ബി ഗ്രൂപ്പ് അല്ലെ. ഭർത്താവ് പറയുന്നു കുട്ടി എന്റേതല്ല, ഭാര്യ പറയുന്നു കുട്ടി ഇങ്ങേരുടേതാണ്. കോടതിയിലേക്ക് കേസ് വന്നു. നിങ്ങളുടെ സജഷൻ എന്തായിരിക്കും? ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അല്ല, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് സാധാരണ സ്ഥിരം ചോദിക്കുന്നത്? ഡിസ്പ്യൂട്ടഡ് ചൈൽഡ് എന്നായിരിക്കും. എ ഡിസ്പ്യൂട്ടഡ് ചൈൽഡ് ഇൻ ദ കോർട്ട് അല്ലെ. ഇങ്ങനെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ ഒരു ഓ ഗ്രൂപ്പ് ലേഡിക്ക് ഒരു ഓ ഗ്രൂപ്പ് പേഴ്സണും ഒരിക്കലും ആര് ജനിക്കൂല? എ ബി ഗ്രൂപ്പുള്ള ഒരു കൊച്ചു ജനിക്കൂല. അപ്പോ കൊച്ച് ആരെ അല്ല? ഇദ്ദേഹത്തിന്റെ അല്ല എന്ന് കോടതിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ നമ്മൾ ഈ ക്രോസ് നോക്കിയാൽ മതി. അപ്പൊ ക്ലിയർ? ഇതുപോലെ ക്രോസ് എഴുതാൻ പറ്റും. ഇനി നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കും. അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. ഇനി ഇത് അതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ മായ്ക്കുകയാണ്. അടുത്ത സീരാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ഗ്രൂപ്പ് പേഴ്സൺ മാരീസ് അല്ലെ. എ ഗ്രൂപ്പ് പേഴ്സൺ മാരീസ് എ ബി ഗ്രൂപ്പ് ലേഡി. ഒരു എ ഗ്രൂപ്പ് പേഴ്സൺ ശ്രദ്ധിക്കുക. എ ഗ്രൂപ്പ് പേഴ്സൺ മാരീസ് എ ഗ്രൂപ്പുള്ള ഒരു പേഴ്സൺ ആരെ മാരി ചെയ്തു? ബി ഗ്രൂപ്പുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവർക്ക് ഒരു ഓ ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാകുമോ ഇല്ലയോ? നിങ്ങൾ തന്നെ പറ. യെസ് ഓർ നോ? എ ഗ്രൂപ്പുള്ള ഇതിന് ഒരു കുട്ടി, എ ഗ്രൂപ്പുള്ള ഒരു വ്യക്തി ബി ഗ്രൂപ്പുള്ള ഒരു ലേഡിയെ വിവാഹം കഴിച്ചാൽ അവർക്ക് ഓ ഗ്രൂപ്പുള്ള കുട്ടി കിട്ടുമോ കിട്ടൂലേ? കിട്ടൂലേ? യെസ്. അത് നമ്മൾ നോക്കണം. ആദ്യം ഇത് നോക്കണം. ജീനോട്ട് ഐ എസ് അല്ലെ. ഹോമോസൈഗസ് ആണെങ്കിൽ കിട്ടത്തില്ല അന്ന് പറയണം നിങ്ങൾ. ആ 2 ഹോമോസൈഗസ് ആണെങ്കിൽ നോക്കിയാണ്. ഇവിടെ ഏതേ വരും? ഐ എ ഐ ബി. അതേ ഗ്രൂപ്പേ വരും, എ ബി ഗ്രൂപ്പേ വരും. കണ്ടോ ഹോമോസൈഗസ്. എന്നാൽ ഇത് ഹെട്രോസൈഗസ് ഇട്ടെടുത്ത് നോക്കിയാണ്. ഒരാൾ ഹോമോസൈഗസ്, ഒരാൾക്ക് ജനിച്ച ഒരാൾ ഹെട്രോസൈഗസ് ആണ്. ഒരു കുട്ടി എ ഗ്രൂപ്പ് പേഴ്സൺ ബി ഗ്രൂപ്പിന് വിവാഹം കഴിച്ചപ്പോ ഓ ഗ്രൂപ്പ് കിട്ടിയെങ്കിൽ ഒരാൾ ഏതായിരിക്കും? നോക്കിയാണ് ഐ എ സ്മാൾ ഐ ഇൻറ്റു ഐ ബി സ്മാൾ ഐ. ക്രോസ് ചെയ്തൊക്കെയാണ്. ഇത് ജീനോടൈപ്പ്. എഴുതി നോക്കണം. ജീനോടൈപ്പ്. ഇത് ഗാമറ്റ്സ്. ഐ എ എന്നാണ് ഗാമറ്റ്, സ്മാൾ ഐ എന്നാണ് ഗാമറ്റ്. ഐ ബി എന്നാണ് ഗാമറ്റ്, സ്മാൾ ഐ. പുനർ സ്ക്വയർ വരച്ചേക്ക് 4x4 കോളം. ഐ എ ഐ ബി സോറി സ്മാൾ ഐ ബി സ്മാൾ ഐ എ ഐ ബി. ഏത് ഗ്രൂപ്പ് ആയിരിക്കും? എ ബി ഗ്രൂപ്പ് കിട്ടി. അടുത്ത ഇത് ബി ഗ്രൂപ്പ് കിട്ടി. അടുത്ത
എ ഗ്രൂപ്പ് കിട്ടി. അടുത്ത സ്മാൾ എ ഓ ഗ്രൂപ്പ്. 4 ബ്ലഡ് ഗ്രൂപ്പ് കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് എത്ര ബ്ലഡ് ഗ്രൂപ്പ് കിട്ടി? ഒരു എ ഗ്രൂപ്പ് പേഴ്സൺ മാരീസ് എ ബി ഗ്രൂപ്പ് ലേഡി. ദേ ഒബ്റ്റെയിൻ 4 ചിൽഡ്രൻസ് വിത്ത് 4 ഗ്രൂപ്പ്സ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് തെറ്റായിരിക്കും. ഒരു എ ഗ്രൂപ്പ് ഉള്ള ഒരാണാ പറഞ്ഞവൻ ബി ഗ്രൂപ്പ് ഉള്ള ഒരു പെണ്ണാ പറഞ്ഞവളെ വിവാഹം കഴിച്ചപ്പോ അവർക്ക് 4 മക്കളുണ്ടായി. 4 ഗ്രൂപ്പ്. ശിവനെ ഇത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ സംഭവിക്കും. കാരണം രണ്ടുപേര് ഹെട്രോസൈഗസ് ആയിരിക്കും. എ ഗ്രൂപ്പ് ക്യാപിറ്റൽ അല്ലെ ഹോമോസൈഗസ് ആണെങ്കിൽ സംഭവിക്കില്ല, ഹെട്രോസൈഗസ് ആണെങ്കിൽ സംഭവിക്കും. പോസിബിലിറ്റി അഥവാ പ്രോബബിലിറ്റി ഉണ്ട് അല്ലെ. ഐ സ്മാൾ ഐ ഇൻറ്റു കാരണം എ ഗ്രൂപ്പ് ബി അപ്പൊ ഐ ബി സ്മാൾ ആയിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. പക്ഷെ 2 ഹോമോസൈഗസ് ആണെങ്കിൽ ഒരു ഉദാഹരണം ചോദിച്ചു. ഒരു എ ഗ്രൂപ്പ് പേഴ്സൺ മാരീസ് എ ബി ഗ്രൂപ്പ് ലേഡി. They obtain only AB group children. Find out the genotype of the A group and B group parents. രണ്ടും ഏതായിരിക്കും? ഹോമോസൈഗസ് ആയിരിക്കും. രണ്ടും IA ബിയുടെ IBയും ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്ന് പ്രോബ്ലം ധാരാളം ചോദിക്കും. ഇത് പരീക്ഷയ്ക്ക് പഠിച്ചു വച്ചോണം. ഞാൻ ഇത് ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്. കോ ഡോമിനൻസ് എന്നാൽ എന്ത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു. ഞാൻ കോ ഡോമിനൻസ് ഒരിക്കലൂടെ പറഞ്ഞു തരികയാണ്. കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ആണ്. ഇത് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റിന്റെ മോഡിഫിക്കേഷൻ ഉദാഹരണമാണ്. കോ ഡോമിനൻസ് എന്ന് പറയുന്നത് 2 ക്യാരക്ടറുകളെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ 2 ക്യാരക്ടറുകളും F1 പ്രത്യക്ഷമാകുന്നു. അഥവാ അല്ലെ പ്രത്യക്ഷമാവുന്നു. അല്ലെങ്കിൽ 2 ജീനുകൾ F1 2 ജീനുകൾ ഒരുമിച്ച് വരുമ്പോൾ 2 ജീനുകളും F1 പ്രത്യക്ഷമാവും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ F1 ഒരു IB വന്നാൽ അത് ഏത് ഗ്രൂപ്പായിട്ട് മാറാൻ കാരണം? AB ഗ്രൂപ്പായിട്ട് മാറാൻ കാരണം ഈ അലിയിലും പ്രത്യക്ഷമാകുന്നതിന്റെ ഫലമായിട്ടാണ് AB ഉണ്ടാവുന്നത്. കോഡോമിനൻസിന് ഉദാഹരണം എന്ന് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ ആണ്. ABO blood group in man was discovered by Carl Landsteiner. ABO blood group is also called Landsteiner group. ABO blood group in മാനില് നമ്മൾ 4 ഗ്രൂപ്പ് ഉണ്ട്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. എ ഗ്രൂപ്പിൽ ആന്റിജൻ എ, ബി ഗ്രൂപ്പിൽ ബി ആന്റിജൻ, AB ഗ്രൂപ്പിൽ എയും ബി ആന്റിജൻ, O ഗ്രൂപ്പിൽ ആന്റിജൻ ഇല്ല. ഈ ബ്ലഡ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ജീൻ എന്ന് പറയുന്നത് I ആണ്, ഫാക്ടർ. ആ ഫാക്ടറും 2 അലീലല്ല 3 അലീലുണ്ട്. IA, IB, സ്മാൾ ഐ. അതുകൊണ്ട് ഇത് ഏതിന് ഉദാഹരണമാണ്? മൾട്ടിപ്പിൾ അലീൽസ്. ഒരു ജീനിന് 2-ലധികം അലീലുകൾ ഉണ്ടെങ്കിൽ ആ അലീലുകളെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീൽസ് എന്നറിയപ്പെടുന്നു. മൾട്ടിപ്പിൾ അലീൽസ്. അപ്പൊ കോഡോമിനൻസ് ഈസ് ആൾസോ ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അലലിക് ഇൻഹെറിറ്റൻസ്. ഇവിടെ നമ്മൾ നോക്കിയാൽ എ ഗ്രൂപ്പിനെ നമ്മൾ നിയന്ത്രിക്കുന്ന 2 ജീനോടൈപ്പ് ഉണ്ടാവും. IAയും ക്യാപിറ്റൽ IA സ്മാൾ ഐ എന്ന് പറയുന്ന ജീനോടൈപ്പും, ബിക്ക് IB എന്ന ഹോമോസൈഗസും IB സ്മാൾ ഐ എന്ന ഹെട്രോസൈഗസ് ആയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും AB ഗ്രൂപ്പിന് IB എന്ന് പറയുന്ന ജീനോടൈപ്പും O ഗ്രൂപ്പിന് സ്മാൾ ഐ എന്ന് പറയുന്ന ജീനോടൈപ്പും ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിൽ നിന്നും ധാരാളം പ്രോബ്ലം ചോദിക്കും. നിങ്ങൾ സ്വയം പ്രോബ്ലം ഉണ്ടാക്കി ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വേറെ AB ഗ്രൂപ്പ് പേഴ്സൺ മാരീസ് എ O ഗ്രൂപ്പ് ലേഡി. അടുത്ത ക്ലാസ് നിങ്ങൾ ചെയ്തോണം. എല്ലാവരും എത്രയാണെന്ന് പറയണം. ഇപ്പൊ എഴുതിക്കോ. ഇനി AB ഗ്രൂപ്പ് പേഴ്സൺ മാരീസ് എ O ഗ്രൂപ്പ് ലേഡി. ഫൈൻഡ് ഔട്ട് ദ പ്രോബബിൾ ഫീനോടൈപ്പ് ഓഫ് ദ പ്രോജനീസ്. ഒരു AB ഗ്രൂപ്പുകാരൻ ഒരു O ഗ്രൂപ്പിനെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രോജനി എന്താണ്? വേറൊരു ക്രോസ് സ്വയം ക്രോസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ തന്നെ കാണിക്കണം. നിങ്ങൾ പറയണം. നമ്മൾ ഈ ക്രോസുകൾ സ്വയം ചെയ്തിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയണം. ഒരു ക്രോസ് എഴുതണം. ഏത് ഗ്രൂപ്പ് ആണെന്ന് എഴുതണം. 1 IA സ്മാൾ ഐ ഇൻറ്റു IB സ്മാൾ ഐ. എ ഗ്രൂപ്പ് ഇൻറ്റു ബി ഗ്രൂപ്പ്. ഓക്കെ, അടുത്ത IB ഇൻറ്റു IA സ്മാൾ ഐ. ഓക്കെ, 3 O ഗ്രൂപ്പ് ഇൻറ്റു എ ഗ്രൂപ്പ്. അടുത്ത 4 IB ഇൻറ്റു IA സ്മാൾ ഐ. ഈ 4 പ്രോബ്ലം, അതായത് എ ഗ്രൂപ്പ് ഇൻറ്റു ബി ഗ്രൂപ്പ്. മോള് നോക്കുമ്പോ അറിയാം
എ ബി ഗ്രൂപ്പ് ഇൻറ്റു എ ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ് ഇൻറ്റു എ ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ് ഇൻറ്റു എ ഗ്രൂപ്പ്, ഇത്രയും ക്ലോസ് ചെയ്ത് അതിന്റെ എത്ര പ്രോജനികൾ ഉണ്ടാകുന്നു എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ തന്നെ അറിയിക്കും.